ഹലോ, വെൽക്കം ടു കേര കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പം ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 3 ഗ്ലാസ് അരി അത് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വാരി എടുത്തേക്കുവാണ്. ഒരു ബൗള് ഡ്രൈ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ ഒരു മുറി തേങ്ങാപ്പീരി ആണെങ്കിലും മതി. ഒരു ബൗള് ചോറ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇനി ഇതൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാൻ അരി ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ലൂസായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. സാധാരണ പാലപ്പവും വെള്ളയപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കപ്പ കാച്ചി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ചോറും അതേപോലെ തേങ്ങാപ്പീരയും ഒക്കെ ചേർത്തത് കൊണ്ടാണ് കപ്പി കാച്ചി ഒഴിക്കാത്തത്. ഈ അരച്ച അരിയിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 hours നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് പാലപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്ടി സ്റ്റവിൽ വെക്കുക. പാലപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ അത് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ചട്ടിയെ പിടിക്കാതിരിക്കുവാനോ സാധ്യത ഉണ്ടാകത്തില്ല. പിന്നെ അതിൽ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി പാലപ്പത്തിന് ഉണ്ടാക്കാനല്ലാതെ വേറെ ഒന്നത്തിനും ഉപയോഗിക്കില്ല. പാലപ്പ ചട്ടിയിൽ നമുക്ക് അല്പം എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. ഇനിയും അതിലേക്ക് 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനിയും ഒരു അടപ്പ് വെച്ച് അത് അടച്ചു വയ്ക്കാം. നമുക്ക് നമ്മുടെ പാലപ്പം റെഡിയായോ എന്നൊന്ന് നോക്കാം. പാലപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ ക്രിസ്മസിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വ്യൂസും റിപ്ലൈസും കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അത് മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബും എനിക്ക് പ്രോത്സാഹനമാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഗുഡ് ബൈ.